സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മില്യൺസ് വ്യൂസ് നേടി തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു റീലുണ്ട്. ആദ്യം നമുക്ക് ആ റീലൊന്ന് കാണാം. അപ്പോൾ ആ റീലിലെ ആളും ആ റീല് പോസ്റ്റ് ചെയ്ത ആളും മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ? എനിക്ക് മയിൽ പണ്ട് തൊട്ടേ ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മയിൽ കാണുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ മയിലുകൾ ഇങ്ങനെ വരുന്ന സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇറങ്ങി നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു ആൺമയിലിനെ ഒരു ദിവസം കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വിഷ് ചെയ്തു, എനിക്കിതിന് എൻ്റെ മുന്നിലൊന്ന് പീലി വിരിച്ച് ഒന്ന് നൃത്തം ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒത്തിരി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഒരു ദിവസം സൗണ്ട് കേട്ടപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ വെളിയിലോട്ട് ഇറങ്ങി വരുമ്പം മയിലിങ്ങനെ നിൽക്കുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ആ സമയത്ത് വീഡിയോ എടുക്കുന്നു, അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇങ്ങനെ മയിൽ അങ്ങനെ ചെയ്യുന്നു? ഇപ്പോൾ മയിലിനെ കണ്ടാലും ഫോട്ടോ വീഡിയോസ് എടുക്കാറുണ്ട്, റീൽസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് മയിലിനെ കണ്ടപ്പം ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് സംസാരിച്ച് വരുവാ, ആ ആൺമയിലിനൊന്ന് കണ്ടിരുന്നെങ്കിൽ, എൻ്റെ മുന്നിലൊന്ന് പീലി നിവർത്തി ആടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ മയിലിങ്ങനെ മുന്നിൽ ഇങ്ങനെ അതേപോലെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ പെട്ടെന്ന് ഫോൺ ഹസ്ബൻഡിനെ കൊടുത്തിട്ട് വീഡിയോ എടുത്തോ ഫോട്ടോ എടുത്തോ എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ അടുത്തേക്ക് ഇറങ്ങി ചെന്നു. അപ്പോൾ ഇറങ്ങി ചെന്നപ്പോൾ ആദ്യം അത് പോകുന്ന പോലെ തോന്നി. പക്ഷേ ഈ മയിൽ അവിടുത്തെ പോയ മയിൽ അങ്ങ് തിരിഞ്ഞിട്ട് പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് ടേൺ ചെയ്തു. അപ്പം ഞാനിങ്ങനെ കൈ കൊണ്ട് എടാ ഒന്ന് പീലി നിവർത്തോ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു, വളരെ സോഫ്റ്റ്ലി ഇങ്ങനെ ചോദിക്കുകയും പെട്ടെന്ന് അതങ്ങനെ പീലി അങ്ങ് നിവർത്തി. അതിങ്ങനെ കുടയുന്നൊരു സൗണ്ടൊക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത് വലിയൊരു അനുഭവം. അതെ, ഞാൻ ഓവർ എക്സൈറ്റഡ് ആണെന്ന് പറയാം. കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ദൃശ്യമാണല്ലോ, നമുക്ക് എപ്പോഴും അങ്ങനെ കാണണം എന്നില്ലല്ലോ. പീലി നിവർത്തി ഒന്ന് കാണണം എന്നുണ്ടായിരുന്നുള്ളത്, ഒന്ന് നിവർത്തി, അത് കഴിഞ്ഞ് ഒന്നുകൂടെ നന്നായിട്ട് അതൊന്ന് വിടർത്തി ആടി. അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് അത് എനിക്ക് മതിയാവോളം സമയം അങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ബൈക്കും കൊണ്ട് ആ വഴി പാസ് ചെയ്തു. അപ്പോൾ ഞാൻ വിളിച്ചു വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇത് പീലിയൊക്കെ താത്തി ഓടും. പക്ഷേ അപ്പോഴൊക്കെ അത് അനങ്ങാതെ നിന്നു. ആൾ പോയി കഴിഞ്ഞിട്ട് ഒരുപാട് സമയം എൻ്റെ മുന്നിൽ അതങ്ങനെ നൃത്തം ചെയ്തു. ഞാൻ ഒരുപാട് ഇഷ്ടമായി തോന്നുന്നു. അറിഞ്ഞൂടെ, എനിക്കതൊരു കണക്ടിവിറ്റി ഉള്ള പോലെ എനിക്ക് വീണ്ടും അതേ മയിൽ ഞാൻ 1-2 തവണ ഇവിടെ കണ്ടു. ഈ സംഭവം നടന്ന സ്ഥലം എവിടെയാണ്? ഇത് നമ്മൾ ലാസ്റ്റ് വീക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിരുന്നു. അത് പത്തനംതിട്ട ജില്ലയിലാണ്, കുമ്പളാംപൊയ്ക എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ വീടിൻ്റെ അടുത്തൊക്കെ മയിലുകൾ, പെൺമയിലുകളൊക്കെ ഇങ്ങനെ നടന്ന് കോഴികൾ പോകുന്ന പോലെ മുറ്റത്ത് കൂടെ പോകാറുണ്ട്. അവർക്ക് അത്ര പേടി തോന്നിയിട്ടില്ല. അപ്പോൾ കുറേ പെൺമയിലുകളുടെ കൂടെയാണ് ഈ ആൺമയിൽ ഇങ്ങനെ വന്നത്. എനിക്ക് മഴവില്ല് മയിൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചില ഫീലിങ്സ് ആണ്, എനിക്കത് ഗ്രാറ്റിറ്റ്യൂഡാണ്. റീൽ കണ്ടതിൽ ഒരുപാട് കമന്റുകൾ ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് അവൻ ആ പീലി കൊടുത്തത്, നമ്മളും അല്ല ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ അവൻ വേറെ എന്തെങ്കിലും ഓടിപ്പോയത്. ഒത്തിരി കമന്റ്സ് ഞാനതിനെ ഫണ്ണായിട്ട് കാണുന്നുള്ളൂ. പക്ഷെ അതിൽ വേറൊരു കാര്യമുണ്ട്. ഞാൻ കേട്ടിരിക്കുന്നത് മയിലിന് സന്തോഷം വരുന്ന സമയത്ത് അത് പീലി നിവർത്തും, മഴ പെയ്യുന്നതിന് മുമ്പ് മയിൽ പീലി നിവർത്തും എന്ന് കേട്ടിട്ടുണ്ട്. ഇതൊരു പക്ഷേ എൻ്റെ മനസ്സിൽ അത്ര ആഗ്രഹം ഉള്ളത് കൊണ്ട് മയിലും അപ്പോൾ ഹാപ്പി ആയിരുന്നായിരിക്കും ആ ഒരു മൊമെൻറ്റിൽ. ഒരുപാട് കമൻസ് ഉണ്ട് കേട്ടോ. ഒത്തിരി ആ കമൻസ് വായിക്കുമ്പോഴും വീണ്ടും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം പലരും പറയുന്നുണ്ട് ഒരു അപൂർവ ഭാഗ്യമാണ് ഇങ്ങനെ കാണാൻ പറ്റുക. അറ്റ് സെയിം ടൈം അത് മൊമെൻറ്റ്സ് എനിക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമല്ലോ. കറക്റ്റ് സമയത്ത് ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു, നമ്മൾ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അങ്ങനെ നാച്ചുറലി കിട്ടിയത് വലിയ സന്തോഷം. ഞാൻ എപ്പോഴും ഇങ്ങനെ ഡല്ലായിരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ആ വീഡിയോ എടുത്ത് വീണ്ടും കാണുക, അതെനിക്ക് വീണ്ടും അതൊരു പോസിറ്റിവിറ്റിയാണ്. ആ ചെറിയ ഗ്രാമത്തിൽ നിന്നും ലോകം മൊത്തം ഇപ്പോൾ അൻലയുടെ ആ വീഡിയോയും ആ മയിലും ഒക്കെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. മില്യൺ കടന്ന് അങ്ങനെ ദൂരെ പോവുകയാണ്. അങ്ങനെ ഏറെ സന്തോഷിക്കട്ടെ. ബിനു തോമസിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.